ജിന്നുകൾ അഭൗതികമോ? മനുഷ്യനെ സംബന്ധിച്ച് ജിന്നുകൾ അദൃശ്യ സൃഷ്ടികളാണ് എന്ന നിലയിൽ അവ അഭൗതികമാണ് അഥവാ ആപേക്ഷിക ഗൈബിലാണ് എന്ന് നാം പറയാറുണ്ട്. എന്നാൽ ശിർക്കിനെ വ്യവച്ഛേദിക്കാൻ നാം പറയാറുള്ള കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ എന്ന അർത്ഥത്തിലുള്ള സാക്ഷാൽ ഗൈബിൽ ജിന്നുകളും അവയുടെ പ്രവർത്തനങ്ങളും പെടില്ല. ഈ സത്യം മറച്ചുവെച്ചുകൊണ്ട് ഒരു വിഭാഗം മുജാഹിദുകളെ ശിർക്കാരോപിച്ച് മാറ്റി നിർത്താൻ വേണ്ടി ഈ രണ്ട് ഗൈബുകളും കൂട്ടിക്കുഴച്ച് കോക്കസ് 2012 തൗഹീദ് അവതരിപ്പിച്ച് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ വൈരുദ്ധ്യത്തിന്റെ പടുകുഴിയിൽ തന്നെ വീണു. അങ്ങനെ അഭൗതികമായി ഉപദ്രവിക്കാനും ഉപകാരം ചെയ്യാനും അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന മുജാഹിദുകൾ ഇത്രയും കാലം പറഞ്ഞിരുന്ന ആദർശം മാറ്റി ജിന്നുകൾക്കും അഭൗതികമായി ഉപദ്രവിക്കാൻ കഴിയും എന്ന ഖുറാഫി ആദർശം ഇവർക്ക് അംഗീകരിക്കേണ്ടി വന്നു. അവസാനം ഇങ്ങനെ വിശ്വസിച്ചാൽ ശിർക്കല്ല, തേടിയാലേ ശിർക്കാവൂ എന്ന തൗഹീദിന് വിരുദ്ധമായ പടുവിഡ്ഢിത്തവും ഇവരുടെ വായിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വന്നു. അള്ളാഹുവിൽ ശരണം. നിഷ്പക്ഷമായ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നവർക്ക് സത്യം മനസ്സിലാക്കാൻ ഈ വീഡിയോ ക്ലിപ്പ് തന്നെ ധാരാളം മതിയാകും. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കറകളഞ്ഞ തൗഹീദി ആദർശത്തിൽ നിന്നും തെന്നിമാറി അർത്ഥമില്ലാത്ത പ്രമാണബദ്ധമല്ലാത്ത ശിർക്കാരോപണത്തിന്റെ ചളിക്കുഴിയിൽ ആണ്ടുകിടക്കുന്ന സഹോദരങ്ങൾ ഗൗരവപൂർവം ഇനിയുള്ള സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുക. മുസ്ലിമീങ്ങള് അതെ ആത്മീയമായ നിലക്ക് അഭൗതികമായ നിലക്ക് സഹായം ചോദിക്കുമ്പോൾ ആരോട് ചോദിക്കാം? അഭൗതികമായ നിലക്കുള്ള സഹായങ്ങൾ നമ്മൾ ചോദിക്കുന്നതിന് കണക്കുണ്ട്. മുഅ്ജിസത്തും കറാമത്തും ഉണ്ടാകുന്നവരോട് ചോദിക്കാം. യഥാർത്ഥത്തിൽ മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുമ്പോ മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളിൽ അത്തരം വിശ്വാസങ്ങളോട് കൂടി തന്നെയാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ അവർ വിളിച്ച് പ്രാർത്ഥിക്കാറുള്ളത്. സുന്നത്ത് ജമാഅത്തിന് അംഗീകരിക്കുന്ന 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം ജനകോടികൾ മുഴുവൻ മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായ നിലയ്ക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അദൃശ്യമായ നിലയിൽ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. യഥാർത്ഥത്തിൽ മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുമ്പോ മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളിൽ അത്തരം വിശ്വാസങ്ങളോട് കൂടി തന്നെയാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ അവർ വിളിച്ച് പ്രാർത്ഥിക്കാറുള്ളത്. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ. മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. ഇതാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ കുറിച്ചുള്ള വിശ്വാസം. ശരിക്കും മനസ്സിലായിക്കോളി. ഈ വിശ്വാസത്തോടെ മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ കാര്യകാരണ ബന്ധത്തിന് അതീതമായി സഹായം ചോദിക്കുമ്പോൾ സമസ്തക്കാരാ, നിന്റെ ഈ വിശ്വാസം ശിർക്കാണ് എന്നല്ലേ നമ്മൾ പറയല്? അല്ലേ? ആണ്. തന്നെയുമല്ല, ഈ വിശ്വാസത്തോടെ നീ പ്രവർത്തിച്ചാൽ നിന്റെ പ്രവർത്തനത്തിൽ എന്ത് വന്നു? ശിർക്ക് വന്നു. പ്രവർത്തിക്കണമെന്നില്ല, വിശ്വസിച്ചാൽ എന്തായി? ശിർക്ക് വന്നു. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചോളി. ഈ വിശ്വാസത്തിൽ നിന്ന് മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ എല്ലാവരും നീക്കി, എന്നിട്ട് ശിർക്കല്ല എന്ന് പറഞ്ഞ ജിന്നിനെ എല്ലാം അവിടെ കൊടുന്നു വെക്കി. എന്താ ജിന്നിനെ കുറിച്ച് ശിർക്കാവൂല എന്നതിന് പറഞ്ഞത്? ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു. അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. പ്രവർത്തിക്കണമെന്നില്ല, വിശ്വസിച്ചാൽ എന്തായി? ശിർക്ക് വന്നു. പ്രവർത്തിക്കണമെന്നില്ല, വിശ്വസിച്ചാൽ എന്തായി?
ശിർക്ക് വന്നു. ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാളെ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. ഈ വിശ്വാസത്തോടെ നീ പ്രവർത്തിച്ചാൽ നിന്റെ പ്രവർത്തനത്തിൽ എന്ത് വന്നു? ശിർക്ക് വന്നു. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചോളി. അപ്പൊ നമ്മൾ കായക്കൊടിയോട് ചോദിച്ചു, അല്ല കായക്കൊടി, ജിന്നിന്റെ സഹായം തേടിയാ കാഫിറാവുന്നല്ലേ നിന്റെ വാദം? അങ്ങനെയാണെങ്കിൽ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ നീ മുശ്രിക്കാവൂലേ? സിഹിർ ഫലിക്കുന്ന ആളും പറയുന്നുണ്ട്. ആ ചോദ്യം ഒന്ന് കേട്ടോ, ആകെ മുശ്രിക്കാം. അള്ളാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ ശിർക്ക് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത്. അതോടെ നിങ്ങളും മുശ്രിക്കായി. നിങ്ങളെ വാദം അനുസരിച്ച് ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളെ വാദം അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്, ഒരു അള്ളാഹു അല്ലാത്ത വേറൊരാൾക്ക് അഭൗതിക കഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു, തേടിയിട്ടില്ല, എന്നാലത് ശിർക്കാണോ? അല്ലേ? ശിർക്കാണെങ്കിൽ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവും. സിഹിർ ചെയ്താൽ ശിർക്കാണെന്നുള്ള ചർച്ച വേറെ, അത് വേറെ. സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അയാൾക്കൊരു അഭൗതിക കഴിവുണ്ട് എന്ന് വരുന്നു. കാരണം അയാൾ മറിഞ്ഞ വഴിക്ക് സഹായം തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാണ് നമ്മൾ വിശ്വസിക്കൽ വരുന്നു. വിഷയം മനസ്സിലായോ? നമ്മൾ വിശ്വസിക്കാണെന്ന് ഒരു സിഹിർ അയാൾ സിഹിർ ചെയ്താൽ ഫലിക്കും എന്ന് നമ്മൾ വിശ്വസിച്ചു. സിഹിറാണെന്ന് പോയിട്ടില്ല, എന്നാ തന്നെ കാഫിറാവുന്ന. കാരണം എന്താ? സിഹിർ എന്ന് പറഞ്ഞ ശൈത്താനി ജിന്നിനെ ഉപയോഗിച്ച് ചെയ്യുന്ന പണിയാണ്. അത് ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അഭൗതിക മാർഗത്തിൽ വിശ്വാസം വന്നു. അപ്പൊ കായക്കൊടി എന്താ പറഞ്ഞു തരാം കേട്ടോ? മറുപടി, വിശ്വസിച്ചാ ശിർക്കാവൂല, തേടിയാലേ ശിർക്കാവൂ. എന്താ നമ്മൾ പറഞ്ഞത്? സിഹിർ ചെയ്യുന്ന ആൾ അയാൾ ജിന്നിനോട് സഹായം തേടുന്നു, അത് ശിർക്കാണ്. അത് ശിർക്കാണ്. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു. അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. എന്താ ജിന്നിനെ കുറിച്ച് ശിർക്കാവൂല എന്നതിന് പറഞ്ഞത്? ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. എന്താ ജിന്നിനെ കുറിച്ച് ശിർക്കാവൂല എന്നതിന് പറഞ്ഞത്? ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. ഇത് ഒരു കളിയാക്കാനോ അല്ലെങ്കിൽ അപമാനിക്കാനോ വേണ്ടിയല്ല. ഇവിടെ രണ്ട് വിശ്വാസത്തെയും ഒരു തുലനം ചെയ്യാൻ ആവശ്യമാണ്. ഇത് ശിർക്കാണ്, മൊയ്യദ്ദീൻ ശേഖരെ വിളിക്കുന്നത് ശിർക്കാണ് എന്ന് അംഗീകരിക്കുന്നവർ, അവരുടെ വിശ്വാസത്തിന് പിൻബലമില്ല. മൊയ്യദ്ദീൻ ശേഖർ അവിടെ ഉണ്ട് നിലയിൽ തെളിവുണ്ടോ? ഇല്ല. ഖാദിറ നിലയിൽ തെളിവുണ്ടോ? ഇല്ല. ഹയ്യാണി എന്നതിന് തെളിവുണ്ടോ? ഇല്ല. ഹാദിറാണ് എന്നതിനും എന്തില്ല? തെളിവില്ല. അപ്പൊ ഇവരുടെ വിശ്വാസം എന്തിന്റെ വിശ്വാസ? തെളിവില്ലാത്ത വിശ്വാസമാണ്. എന്നാൽ ജിന്നിനെ കുറിച്ച് ജിന്നവിടെ ഉണ്ട് നിലയിൽ വല്ല ഉറപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല. ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാളെ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. നമ്മളിവിടെ യഥാർത്ഥത്തിൽ സമസ്തക്കാരന്റെ വിശ്വാസത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അവർ വെറുതെ പ്രവർത്തിക്കല്ല. മൊയ്യദ്ദീൻ ശേഖരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന കർമ്മം ചെയ്യുന്നത് ഒരു വെറും പ്രവർത്തനമല്ല, മറിച്ച് ആ കർമ്മത്തിന്റെ പിന്നിൽ ഒരു വിശ്വാസമുണ്ട് അവർക്ക്. അയാളെ വാദത്തിന്റെ വൈരുദ്ധ്യം മനസ്സിലായോ? ഇനി ഔദ്യോഗിക വിഭാഗത്തിൽ വരുന്ന ഗ്രൂപ്പിന്റെ പേര് ഇപ്പൊ തന്നെ പഠിച്ചോ, സിഹിർ ഗ്രൂപ്പ്. അടുത്ത് പുറത്താകാനുള്ള ആളെ പേരാ കായക്കൊടി. അയാളെ വാദം വൈരുദ്ധ്യ, ജിന്നിനോട് സഹായം ചെയ്യാൻ പാടില്ല, പക്ഷേ സിഹിർ ഫലിക്കും. മടവൂരികൾ പറഞ്ഞു സിഹിറും ഫലിക്കൂല, സഹായം ചെയ്യാനും പാടില്ല. ഒരു കടുത്ത മുനാഫിക്കാണ്. അള്ളാന്റെ റസൂലിന് സിഹിർ ഫലിച്ചു തന്നെ ഓൻ കാഫിറാന്ന വാദം എവിടേക്കാ നിങ്ങൾ കൊണ്ടുപോകുന്നത്? വാദം മനസ്സിലായി, വൈരുദ്ധ്യം മനസ്സിലായി. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് സ്ഥാപിക്കാൻ പോയിട്ട് ശിർക്ക് സമ്മതിച്ചുകൊണ്ട് പോന്നു. ജിന്നിനാണ് മാറ്റി അവിടുന്ന്. മൊഹീദ്ദീൻ ഷെയ്ഖിനെ കയറ്റുക. എന്താ? മൊഹീദ്ദീൻ ഷെയ്ഖ് മഞ്ചേരിയിൽ നിൽക്കുന്ന എന്നെ സഹായിക്കും, എന്നെ രക്ഷിക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? കായക്കൊടി പറഞ്ഞതനുസരിച്ച് ശിർക്കല്ല. പിന്നെന്തു വേണം? മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം, എന്നാലേ ശിർക്കാവുള്ളൂ. എവിടെ പേച്ചത് സുഹൃത്തുക്കളെ? മുജാഹിദുകൾ പണ്ടക്കും പണ്ടേ പഠിപ്പിച്ചു പോന്ന ആ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു. കാര്യകാരണത്തിന് അതീതം, ഭൗതികം, അഭൗതികം എന്നിങ്ങനെയുള്ള പദങ്ങൾ ഖബറാരാധകരായ ഖുറാഫികൾക്ക് വിശദീകരിച്ചു കൊടുത്ത്
അവരെ ശിർക്കിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന മഹനീയമായ ദൗത്യമേറ്റെടുത്ത ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഭൂരിഭാഗം പണ്ഡിതരെ ശിർക്ക് ആരോപിക്കാൻ വേണ്ടി തൗഹീദ് കീറിമുറിച്ചതിന്റെ ദയനീയ ചിത്രമാണ് കോക്കസ് കൂടാരത്തിൽ നിന്നും നമ്മൾ കേട്ടത്. അതാകട്ടെ ഖുറാഫികൾക്ക് തങ്ങളുടെ ശിർക്കൻ വാദങ്ങൾ സ്ഥാപിക്കാൻ വീണുകിട്ടിയ പുത്തനവസരവും. ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ ഇതിൽ ധാരാളം തെളിവുകൾ അവശേഷിക്കുന്നു. അള്ളാഹു അനുഗ്രഹിച്ച ആ ബുദ്ധി ഉപയോഗിക്കുമല്ലോ.